നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് കിടക്കാം. അതായത് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് നല്ല മാർക്ക് ഓഫ് വെയിറ്റേജ് ഉണ്ട്. സെക്കൻഡ് ഇയേഴ്സിലേക്ക് കടക്കുമ്പോൾ അവിടെയും ഓർഗാനിക് 4 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയർ തന്നെ മാക്സിമം കെമിസ്ട്രിയിൽ ഓർഗാനിക്കിന്റെ സെക്ഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ മാർക്ക് സ്കോർ ചെയ്യണം. മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർഗാനിക്കിന്റെ കേസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുറെ ഇങ്ങനെ റബ്ബിഷ് ആയിട്ട് പഠിക്കാതെ IUPAC നെയിം ആദ്യം പഠിക്കാം. IUPAC നെയിമിങ് പഠിക്കാം. ഞാൻ ബേസിക് ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. എന്തായാലും പഠിക്കുക. അതല്ലാതെ നിങ്ങൾ പഠിക്കണം. ഞങ്ങൾ പറയുന്നത് മാത്രമല്ല ഞങ്ങൾ പറയുന്നത് പ്ലസ് അഡീഷണൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ നമുക്ക് IUPAC നെയിമിങ് നോക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു ബ്രാഞ്ചിന്റെ സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ചെയിൻ പോലത്തെ ഒരു സംഭവം വരച്ച് വെച്ചിട്ടുണ്ട്. CH2 CH2 CH CH2 CH2 CH CH2 അത് വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത്രയും വലിയൊരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, പേരിടണം അല്ലെ? സ്ട്രക്ചറിന് പേരിടണം, IUPAC നെയിമിങ് ഇടണം. നമ്മൾക്കറിയാം ഇതിൽ എത്ര കാർബൺ ആണ് ലോങ് ചെയിനിലെ 1 2 3 4 5 6 7 8 എണ്ണം ഉള്ളത്. ദാറ്റ് ഈസ് ഒക്ടയാണ് അല്ലെ? 8 എന്ന് പറഞ്ഞാൽ ഒക്ട അല്ലെ? അതിനകത്ത് 1 2 3 4 5 6 ആറാമത്തെ പൊസിഷനിൽ CH3 ഉണ്ട്, ശരിയല്ലേ? CH3 എന്ന് പറഞ്ഞാൽ എന്താ സാധനം, മീഥൈൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ ഇവിടെ എഴുതാട്ടോ. ആറാമത്തെ പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. ഓക്കെ, ഇനി ടോട്ടൽ എത്ര എണ്ണം ഉള്ളത് കാർബൺ? 1 2 3 4 5 6 7 8 8 എണ്ണം അല്ലേ? ആറാമത്തെ പൊസിഷനിൽ മീഥൈൽ. സോ 6 മീഥൈൽ ഒക്ടൻ. 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ എന്താ ഉള്ളത്? OH എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ അല്ലേ? ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചേർക്കുക? കീറ്റോൺ എന്ന് പറഞ്ഞാൽ ONE ചേർക്കും. ആൽക്കഹോൾ വന്നാൽ OL ചേർക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. ലോങ് ചെയിനിൽ 8 എണ്ണം ഉള്ളത്. അതിൽ 1 2 3 4 5 6 ആറാമത്തെ പൊസിഷനിൽ മീഥൈൽ അതായത് CH3 ഉണ്ട്. സോ നമ്മൾ എന്ത് എഴുതി? 6 മീഥൈൽ. ആറാമത്തെ പൊസിഷനിൽ മീഥൈൽ എന്ന് പറയുമ്പോൾ 6 മീഥൈൽ. ടോട്ടൽ എത്ര എണ്ണം ഉള്ളത് കാർബണിൽ? ഒക്ട അല്ലെ? ഒക്ടൻ. അതിൽ മൂന്നാമത്തെ പൊസിഷനിൽ എന്താ ഉള്ളത്? മൂന്നാമത്തെ പൊസിഷനിൽ ആൽക്കഹോൾ ആണുള്ളത്. ആൽക്കഹോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഓയിൽ വെച്ച് റെപ്രസെന്റ് ചെയ്യും. സോ 6 മീഥൈൽ ഒക്ടൻ 3 ഓൾ. ഓക്കെ, ഇത് ഒരു IUPAC നെയിമിംഗ് ആണ്. നെക്സ്റ്റ് ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ കാണുന്നത് ഈ നടുക്കത്തെ ഈ ഒരു ഹെക്സഗൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബെൻസീൻ ആണ്, ശരിയല്ലേ? അതായത് നടുക്ക് ഈ വട്ടമിട്ട ബെൻസീൻ ആണ് അല്ലെ? ബെൻസീന്റെ ഈ ഒരു പൊസിഷനിൽ OH വന്നാൽ അത് ഫീനോൾ ആണ്. മനസ്സിലായോ? ബെൻസീന്റെ ഈ ഒരു പൊസിഷനിൽ OH വന്നാൽ ഫീനോൾ ആണ്. പക്ഷെ നമ്മൾ അവിടെ ഫീനോൾ, പിന്നെ ബാക്കി ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് 2 3 4 5 6 അങ്ങനെയല്ലേ വരിക? ഓക്കെ, രണ്ടിലും രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും ബ്രോമിൻ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 4 6 ട്രൈബ്രോമോ. 3 ബ്രോമിൻ അല്ലേ? 1 2 3 ബ്രോമിൻ അല്ലേ? ട്രൈബ്രോമോ. എന്താ സാധനം? ഞാൻ പറഞ്ഞു ഇത് എന്താ സാധനം? ഈ ബ്രോമിൻ ഒഴികെയുള്ളത് എന്താ സാധനം? ഫീനോൾ അല്ലേ? അപ്പൊ 2 4 6 എത്ര ബ്രോമിൻ ആണത്? ട്രൈ. അപ്പൊ 2 4 6 ട്രൈബ്രോമോ ഫീനോൾ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിന്റെ മേലെ ഞാൻ CH3 എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? ബെൻസീൻ റിങ്ങിന്റെ മേലെ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? CH3 എഴുതിയിട്ടുണ്ട്. CH3 എന്ന് പറഞ്ഞ സാധനം എന്താണ്? മീഥൈൽ അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയില്ലേതാ? CH3 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? മീഥൈൽ എന്നാണ് പറയുക. സോ ഇതിന്റെ IUPAC നെയിം എന്തായിരിക്കും? മീഥൈൽ ബെൻസീൻ. IUPAC നെയിം എന്താണ്? മീഥൈൽ ബെൻസീൻ ആണ്. സോ തന്നിരിക്കുന്ന സാധനം, അതായത് തന്നിരിക്കുന്ന ബെൻസീന്റെ കൂടെ CH3 വന്നാൽ നമ്മൾ IUPAC നെയിമായിട്ട് മീഥൈൽ ബെൻസീൻ എന്നാണ് എഴുതേണ്ടത്. ഇത് IUPAC നെയിം. ഇതിന്റെ ജനറൽ നെയിം പറയട്ടെ. IUPAC നെയിം അല്ലാതെ ജനറൽ നെയിം എന്ന് പറയുന്നത് ടൊള്ളുവിൻ. ഓക്കെ, ഈ ടൊള്ളുവിൻ എന്ന് പറയുന്നത് IUPAC നെയിം അല്ല, ജനറൽ നെയിം ആണ്. ഈ മീഥൈൽ ബെൻസീൻ എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന സാധനം, അല്ലെങ്കിൽ ഈ ബെൻസീന്റെ കൂടെ CH3 ഉള്ള ആ ഒരു സാധനത്തിന്റെ IUPAC, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ നിങ്ങൾ അടുത്ത ആൻസർ ചെയ്ത് നോക്കൂ. അടുത്ത IUPAC നമുക്ക് ഇടാലോ. നമുക്ക് നോർമൽ ജനറൽ നെയിമാണ് നമുക്ക് അറിയാതെ വരിക. അതായത് ടൊള്ളുവിൻ പോലെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫീനോൾ എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് എക്സാമിന് ഊഹിച്ച് എഴുതാൻ പറ്റില്ല. ടൊള്ളുവിൻ നമുക്ക് ഊഹിച്ച് എഴുതാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് മീഥൈൽ ബെൻസീൻ എന്നുള്ളത് വൃത്തിക്ക് ഊഹിച്ച് എഴുതാലോ അല്ലെ? അപ്പൊ അടുത്ത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. അടുത്ത് എങ്ങനെ വരിക?
നമ്മുടെ ബെൻസീൻ റിങ്ങിന്റെ കൂടെ നമുക്ക് ഏത് മേലെ വന്നിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? NH2 അല്ലേ? NH2 എന്താ സാധനം? മൈൻ അല്ലേ? NH2 എന്ന് പറഞ്ഞതാണ് മൈൻ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ്, ഏതാ കോമ്പൗണ്ട് ഏതാണ് ഇതില്? അമീനോ ബെൻസീൻ അല്ലേ? അമീനോ ബെൻസീൻ. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ IUPAC നെയിമാണ് അമീനോ ബെൻസീൻ. ദാറ്റ് ഈസ് കോമൺ നെയിം എന്തായിരിക്കും? അപ്പോ കോമൺ നെയിം എന്ന് പറയുന്നത് അനിലിൻ ആണ്. ജനറൽ നെയിം എന്ന് പറയുന്നത് അനിലിൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനിലിന്, ടൊള്ളുവിന്, ഫീനോൾ എന്നൊക്കെ പറയുന്ന ജനറൽ നെയിംസ്. ഓക്കെ, ഇത് ജനറൽ നെയിം ആണ്. സോ നമ്മുടെ അടുത്ത് ജനറൽ നെയിം എഴുതൂന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യത ഒരു 50%. ഓക്കെ, ബാക്കി IUPAC ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നിരിക്കുന്ന സാധനത്തിന്റെ IUPAC നെയിം അമീനോ ബെൻസീൻ ആണ് നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അനിലിൻ എന്ന് പറയുന്നത്. അതായത് ബെൻസീൻ ഇങ്ങനെ മേലെ NH2 വന്നാൽ അനിലിനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ട് ഇതിന്റെ പേര് എഴുതാൻ, ജനറൽ നെയിം എഴുതാൻ പറയാം. നിങ്ങൾക്ക് ഊഹിച്ച് അപ്പെഴുതും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിച്ചു മിച്ചു എന്നൊന്നും പറയുമ്പോൾ എഴുതാൻ പറ്റില്ല. സോ നിങ്ങൾ വൃത്തിയായിട്ട് അനിലിനും ടൊള്ളുവിനും ഫീനോൾ അങ്ങനത്തെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് പഠിച്ചേക്കട്ടെ. അടുത്തത് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഗസ് ചെയ്യാതെ എന്താ പറയാ, നമ്മുടെ IUPAC നെയിം നമുക്ക് ഗസ് ചെയ്യാം അല്ലെ? ബെൻസീൻ റിങ്ങിന്റെ മേലെ NO2 വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പേര് ഇടുക? എന്താ അതിന് IUPAC നെയിം നിങ്ങൾക്ക് എങ്ങനെ ഇടാൻ പറ്റും? IUPAC നെയിം എന്താണ്? ബെൻസീൻ റിങ്ങിന്റെ മേലെ എന്താ വന്നിരിക്കുന്നത്? NO2 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പേരിടാം? നൈട്രോ ബെൻസീൻ എന്നിടാം. ബെൻസീൻ റിങ്ങിന്റെ മേലെ NO2 വന്നാൽ ജനറൽ IUPAC നെയിം നമുക്ക് എന്താ? നൈട്രോ ബെൻസീൻ എന്ന് പേരിടാം. ഇതിന് നമുക്ക് ജനറൽ നെയിം ഇല്ല. ഓക്കെ, അടുത്തതും ഞാൻ തരാം. അടുത്തതിനും ജനറൽ നെയിം ഒന്നുമില്ല, IUPAC മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എഴുതാലോ. എന്താ അതിന് വരിക? ബെൻസീൻ റിങ്ങിന്റെ മേലെ ബ്രോമിൻ വന്നാൽ എങ്ങനെ എഴുതുക? ബെൻസീൻ റിങ്ങിന്റെ മേലെ നൈട്രജൻ അടങ്ങിയ ഒരു കോമ്പൗണ്ട് ഉണ്ട്, നൈട്രോ ബെൻസീൻ എഴുതി. ബെൻസീൻ റിങ്ങിന്റെ മേലെ ബ്രോമിൻ വന്നാൽ നിങ്ങൾ എഴുതും ബ്രോമോ ബെൻസീൻ എഴുതും അല്ലേ? എളുപ്പമല്ലേ? ബ്രോമോ ബെൻസീൻ. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സേക്കാരും ഇംപ്രൂവ്മെന്റുകാരും ഒരുമിച്ചാണ് വീഡിയോ കാണുക. അപ്പോ ഇംപ്രൂവ്മെന്റുകാർക്ക് മേ ബി ഞാൻ കട്ടിക്കുള്ള IUPAC കൊണ്ടുവന്ന് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മേ ബി ഡൈജസ്റ്റ് ആവും. നിങ്ങൾക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ കത്തും. സേക്കാര കേസ് ആണെങ്കിൽ അവർക്ക് മേ ബി ഇതൊന്നും ഡൈജസ്റ്റ് ആയി എന്ന് വരില്ല. സോ ഞാൻ എടുത്തിരിക്കുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിന്റെ LKG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ്, കുറച്ച് വലിയ ഹൈ ക്ലാസ് ക്വസ്റ്റ്യൻസും ബുക്സിലുണ്ട്. സോ സേക്കാർ അത് എടുത്ത് അവർക്ക് ഇത് പറഞ്ഞാൽ ദഹിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സിമ്പിൾ എടുത്തിരിക്കുന്നത്. ഇംപ്രൂവ്മെന്റുകാർ ദയവ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കുറച്ച് കട്ടിയുള്ള കുറെ IUPAC നെയിംസ് ഇട്ട് നോക്കുക. കിട്ടാത്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെയാണ് എക്സാം. നിങ്ങൾ ഇനി ഡൗട്ട് കമന്റിൽ വന്ന് ചോദിക്കുന്നത് ആൻസർ ചെയ്യും, ഞങ്ങൾ എന്തായാലും ആൻസർ ചെയ്യും. പക്ഷെ കമന്റിലേക്കാൾ കുറച്ചും കൂടെ ഞങ്ങൾ വൈകിട്ട് കുറച്ച് ആക്റ്റീവ് ആയിരിക്കുന്നത് ഗ്രൂപ്പിലാണ്. സോ എല്ലാവരും ഡൗട്ട്സുമായിട്ട് ഗ്രൂപ്പിലാണ് വരുന്നത്. സോ പ്ലീസ് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. നല്ല കാര്യം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് നമ്മുടെ ഓർഗാനിക്കിൽ തന്നെ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറി കൺസെപ്റ്റിലേക്ക് കിടക്കാം. തിയറി കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് തിയറി കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി നമ്മുടെ ആദ്യത്തെ ഓർഗാനിക് കെമിസ്ട്രി വരുന്നതിലാണ്. ഹൈഡ്രോകാർബൺസിലല്ല, ഹൈഡ്രോകാർബൺസ് എത്തിയിട്ടില്ല. സോ ഐസോമറിസം എന്താണ്? ഐസോമറിസം ഐസോമറിസം ഒരു ഫിനോമിനയാണ്. അതായത് ഒരേ മോളിക്കുലാർ ഫോർമുല പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുലയുള്ള സാധനങ്ങളെ നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഐസോമറിസം എന്ന് പറയും ആ ഫിനോമിനെ. ഓക്കെ, ദോസ് organic compounds having same molecular formula but different structural formula. വൃത്തിക്ക് ഓർത്ത് വെക്കണം, ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന ഐസോമറിസം എന്ന് പറയും. ഓക്കെ, ഐസോമറിസത്തിനകത്ത് നമുക്കൊരു വരുന്ന ഒരു ടൈപ്പ് ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാം സ്ട്രക്ചറൽ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല ആയിരിക്കും. ഇതിനകത്ത് ഈ സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ചെയിൻ ഐസോമറിസം, ഒന്ന് പൊസിഷൻ ഐസോമറിസം, ഒന്ന് ഫംഗ്ഷണൽ ഐസോമറിസം. ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം ആൻഡ് ഫംഗ്ഷണൽ ഐസോമറിസം. അതായത് ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾക്ക് പേരിൽ തന്നെ ഉള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും. മോളിക്കുലാർ ഫോർമുല എപ്പോഴും സെയിം തന്നെയായിരിക്കും, പക്ഷേ കാർബൺ സ്കെലട്ടന്റെ സ്ട്രക്ചറിലാണ് വ്യത്യാസം. കാർബൺ സ്കെലട്ടന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സംഭവം ഒന്നുമില്ല, നമുക്കറിയാം സ്ട്രെയിറ്റ് ചെയിൻ കാർബൺ സ്ട്രെയിറ്റ് ചെയിൻ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ബ്രാഞ്ച് ആയിട്ടുള്ളതുണ്ട്. സോ ഇത് രണ്ട് വ്യത്യാസമല്ല. ഈവൻ ദോ ഇതും പെന്റെയിൻ ആണ്, ഇതും പെന്റെയിൻ ആണ്. ഓക്കെ, ഇത് രണ്ടും പെന്റെയിൻ ആണ്, പക്ഷെ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആണ്, പക്ഷെ ബ്രാഞ്ച് ആണ്. ഇതാണ് നമ്മുടെ എന്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ചെയിൻ ഐസോമറിസത്തിന് ഉദാഹരണം. ഈവൻ ദോ സെയിം മോളിക്കുലാർ ഫോർമുലയാണ് പക്ഷെ ഡിഫറെന്റ്
കാർബൺ സ്കെലറ്റൺസ് ആണ്. കാർബണിന്റെ സ്കെലറ്റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ, സ്ട്രേറ്റ് ചെയിനും ബ്രാഞ്ചും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന് രണ്ടെണ്ണം എഴുതി വെച്ചിട്ടോ. പെന്റേറ്റ് സ്ട്രൈറ്റ് നമ്മളെല്ലാരും വരയ്ക്കുന്ന സാധനം പെന്റേറ്റ് ഇങ്ങനെ, ഇതെന്ന് പറഞ്ഞാൽ ബ്രാഞ്ചഡ് ആണ്. അതുകൊണ്ട് പക്ഷെ രണ്ടും പെന്റേറ്റ് തന്നെയാണെങ്കിലും ഇത് ബ്രാഞ്ചഡ് ആണ്, ഇത് സ്ട്രൈറ്റ് ലോങ് ചെയിൻ ആണ്. അടുത്തത് ഇതിന്റെ തന്നെ, അതായത് നമ്മുടെ സ്ട്രക്ചറൽ ഐസോമർസത്തിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ചെയിൻ ഐസോമർസം. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പൊസിഷൻ ഐസോമർസം. പൊസിഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പൊസിഷൻ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം വരാം. ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ OH എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്. OH എന്ന് പറഞ്ഞ എന്താ സാധനം? ആൽക്കഹോൾ ആണ്. ഓൾ അല്ലെ, ആൽക്കഹോള് ആഡ് ചെയ്യാതാണ് നമ്മൾ OH കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ? OH ഞാൻ ഈ ഒരു കാർബൺ സ്കെലറ്റന്റെ ഈ പൊസിഷനിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതും പ്രൊപ്പെയിൻ ആണ് കണ്ടോ, 3 കാർബൺ ഉള്ള ഒരു സാധനമാണ്, പ്രൊപ്പെയിൻ ആണ്. ഇതിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഓൾ ആഡ് ചെയ്തു, അതായത് ആൽക്കഹോൾ ആഡ് ചെയ്തു. ഇതും പ്രൊപ്പെയിൻ തന്നെയാണ്, 3 കാർബൺ തന്നെയാണുള്ളത്. പക്ഷെ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് ഞാൻ എന്റെ ആൽക്കഹോൾ ആഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഏതാണ്? ആൽക്കഹോൾ ആണ്. രണ്ട് നമ്മുടെ മെയിൻ കോമ്പൗണ്ട് ഏതാണ്? പ്രൊപ്പെയിൻ ആണ്. 2 പ്രൊപ്പെയിനിലും ആൽക്കഹോൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ പൊസിഷനിലും ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു. പേരിൽ മാറ്റമൊന്നുമില്ല, പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും ആയിട്ട് മാറി. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമർസിലേക്ക് കിടക്കാം. അതായത് സ്ട്രക്ചറൽ ഐസോമർസിനകത്ത് വരുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം. ഫങ്ഷണൽ ഐസോമർസം അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന്റെയും മെയിൻ ബ്രാഞ്ച് സെയിം ആയിരിക്കും. അതായത് ഇത് നിങ്ങൾ ഫുൾ മാറ്റിക്കാം, ഓക്കെ? ഇത് നിങ്ങൾ നോക്കണ്ട. ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ 3 കാർബൺ അടങ്ങിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അതായത് പ്രൊപ്പെയിൻ ആണ്. ഇവിടെ ഈ 3 കാർബൺ അടങ്ങിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ഇതും പ്രൊപ്പെയിൻ ആണ്. പക്ഷെ ഇവിടത്തെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കഹോൾ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ഇതിൽ എന്താ വ്യത്യാസം? മെയിൻ ബ്രാഞ്ച് സെയിം ആണെങ്കിലും, അതായത് മെയിൻ കാർബൺ ചെയിനിന്റെ നമ്പർ സെയിം ആണെങ്കിലും ആഡ് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പേരിലും അത് വ്യത്യാസം വരും. ഇവിടെ ആൽക്കഹോൾ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, അപ്പൊ നമുക്ക് ഓൾ വന്നു. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആണ്, അപ്പൊ നമുക്ക് ഓയിക് ആസിഡ് എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഐസോമർസത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന എക്സാമ്പിൾ. സോ 3 എണ്ണത്തിനെയും വൃത്തിയായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എക്സാമ്പിൾ വെച്ച് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ മേ ബി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ചാൻസ് കൂടുതലായിരിക്കും. മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കിടക്കാം. അതായത് റിയാക്ഷൻസിന്റെ സെക്ഷൻ അല്ലെ. ഓർഗാനിക്കിന്റെ കേസിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സിലും കൂടെ ഹൈഡ്രോ കാർബൺസിലാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻസ് കാണപ്പെടുക, ശരിയല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 റിയാക്ഷൻസ് കൂടി ഉണ്ട്. ബോർഡിലെ സ്പേസ് കഴിഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് നമ്മൾ എടുക്കാം. ഓക്കെ, ഇത് വായിച്ച് ഞാൻ എഴുതിയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആയിട്ടുള്ള റിയാക്ഷൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി ഞാനൊരു കാര്യം പറയാം. വുഡ്സ് Friedel-Crafts alkylation acylation, electrophilic substitution reaction. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നൈട്രേഷൻ, ഹാലോജിനേഷൻ, സൾഫനേഷൻ. ഇത് 3ഉമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് വരിക. മനസ്സിലായോ? അത് ഏത് മായ്സിൽ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇത് മായ്സിൽ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? തൊട്ട് മുന്നേ ഇമ്പോർട്ടന്റ് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് അല്ലാത്തതും ഉണ്ടാവും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലാത്തത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇത് ഞാൻ സേക്കും ഇംപ്രൂവ്മെന്റിനും 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെ നോക്കുമ്പോൾ സേക്കാർക്ക് ഡൈജസ്റ്റ് ആവുന്ന, അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് തോന്നുന്ന കാര്യം മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങൾ കുറച്ചും കൂടെ പഠിക്കണം. നിങ്ങൾ ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ രാത്രി ഇങ്ങനെ വരും, ഇത് ഇമ്പോർട്ടന്റ് ആണോ ഏട്ടാ നീ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നിങ്ങൾ അതിന്റെ ബേസിസിലാണ് +1 ഫിസിക്സ് എക്സാമിന്റെ കേസിൽ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നത് അല്ലേ? ഇപ്പൊ വീഡിയോ മാത്രം ബേസ് ചെയ്യാതെ നിങ്ങൾ അല്ലാതെയും കുറച്ച് റെഫർ ചെയ്യണം. ഞാൻ എഴുതിയ റിയാക്ഷൻസ് ഞാൻ വായിക്കാം. വുഡ്സ് റിയാക്ഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ വുഡ്സ് റിയാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുഡ്സ് റിയാക്ഷനില് ആൽക്കൈൽ ഹാലൈഡിനെ മെറ്റാലിക് സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കെയിന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ആൽക്കൈൽ ഹാലൈഡ്, അതായത് ഇവിടെ ഏതും ആൽക്കൈൽ വരാം. ഈ CH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ അല്ലേ? ഈ Br എന്ന് പറഞ്ഞാൽ ഒരു ഹാലജൻ അല്ലേ? നമ്മുടെ ഹാലജൻസ് ഏതൊക്കെയാണ്? FCl, BRI ആണ്. F പറഞ്ഞാൽ ഫ്ലൂറിൻ, ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയോഡോ, അതാണ് നമ്മുടെ ഹാലജൻസ്. അതിൽ ഏതെങ്കിലും ഒരു ഹാലജൻ, ഇവിടെ ഇപ്പൊ ബ്രോമിന് വരാം, അയോഡിൻ വരാം, ഫ്ലൂറിൻ വരാം, അങ്ങനെ ഏത് ഹാലജൻ വേണമെങ്കിലും വരാം. അപ്പോ
ഞാൻ പറഞ്ഞത് ആൽക്കൈൽ ഹാലൈഡിന്റെ കൂടെ മെറ്റാലിക് സോഡിയം ചേർക്കുക. ഇതാണ് ആൽക്കൈൽ. ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ CH3. അപ്പൊ ആൽക്കൈൽ ഹാലൈഡിന്റെ കൂടെ മെറ്റാലിക് സോഡിയം ചേർക്കുക പ്ലസ് CH3Br. അതായത് ഒന്നുമില്ല, നമ്മൾ 2 തവണ CH3Br ചേർത്തണം. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് 2 തവണ ഇങ്ങനെ ചേർത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ 2Na നമ്മൾ എഴുതിയിട്ടില്ല. നമ്മൾ എന്താ ശരിക്കും ഈ 2Na എന്ന് പറയുന്ന സാധനം എന്താണ്? Na plus Na നമ്മൾ 2Na. അതേപോലെ തന്നെ 2CH3Br ആണ് സംഭവം റിയേജന്റ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് CH3Br ഇവിടെ CH3Br എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ CH3Br പ്ലസ് Na പ്ലസ് നമ്മുടെ രണ്ടാമത്തെ CH3Br കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലെ Br പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വേണം റിയാക്ഷൻ പഠിക്കാൻ, മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ട്രിക്സ് യൂസ് ചെയ്തിട്ട് വേണം റിയാക്ഷൻസ് പഠിക്കാൻ. അല്ലാതെ നിങ്ങൾക്ക് 10-30 റിയാക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? നിങ്ങൾക്കല്ല, എനിക്കല്ല, മെജോറിറ്റി ആർക്കും അത് ഓർത്തു വെക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. CH3Br plus 2Na plus CH3Br അല്ലേ? ഇനി നമ്മുടെ പ്രോഡക്റ്റിൽ വരുമ്പോൾ എന്താ മാറ്റം സംഭവിച്ചത്? ഇതിലെ Br പോയി, ഇതിലെ Br പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ CH3യും ഈ CH3യും കൂടെ പെയർ ചെയ്തു, എന്നിട്ടൊരു ആൽക്കൈൻ ഉണ്ടായി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയത്തിന്റെ കൂടി ചേർന്നപ്പോൾ ഒരു ആൽക്കൈൻ കിട്ടി. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 2NaBr. കാരണം ഇവിടത്തെ ഒരു Na ഉണ്ട്, ഇവിടത്തെ 2 Br. അപ്പൊ 2NaBr. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആയത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്, ഇതിന് പകരം ബ്രോമിന് പകരം ഫ്ലൂറിനോ ക്ലോറിനോ അയോഡിനോ എന്ത് വേണമെങ്കിലും വരാം. സോ നിങ്ങൾ ഈ റിയാക്ഷൻ ഇതേപടി എഴുതി മഗ്ഗപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിൽ വന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് അഷ്യൂരിറ്റി പറയാൻ പറ്റില്ല. സോ വൃത്തിയായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആൽക്കൈൽ ഹാലൈഡിന്റെ കൂടെ മെറ്റാലിക് സോഡിയം ചേർക്കുക. അപ്പൊ നമ്മൾക്ക് ഇത് 2 തവണ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽക്കൈൻ ആയിരിക്കും. അതായത് വൃത്തിക്ക് നിങ്ങൾക്ക് എളുപ്പവഴിക്ക് പറയുകയാണെങ്കിൽ ഈ Br ഈ Br പോകും, എന്നിട്ട് ഈ CH3 കൂടെ പെയർ ചെയ്യും. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടുത്തെ Na-യും 2 Br. അപ്പൊ 2NaBr കിട്ടി. മനസ്സിലായോ? ഇതാണ് ഗുഡ്സ് റിയാക്ഷനിൽ വരിക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷന്റെ കേസ് ആണെങ്കിൽ ഫ്രിഡൽ-ക്രാഫ്റ്റ്സിന്റെ ആൽക്കലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. ഫ്രിഡൽ-ക്രാഫ്റ്റ്സിന്റെ ആൽക്കലേഷൻ ആൻഡ് അസൈലേഷൻ ഞാൻ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആദ്യത്തെയാണ് ആൽക്കലേഷൻ. ബെൻസീൻ റിംഗിന്റെ കൂടെ ക്ലോറോഫോം ആഡ് ചെയ്യാം. ബെൻസീൻ റിംഗ് ആണ് നമ്മുടെ ഈ ബെൻസീൻ ഹെക്സഗൺ ഷേപ്പിൽ നമുക്ക് സെന്റർ റൗണ്ടിലെ ബെൻസീൻ ആണല്ലോ. ബെൻസീൻ റിംഗിന് കൂടെ CH3Cl. ഈ CH3Cl എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ അല്ല കേട്ടോ, സോറി, ക്ലോറോഫോം ആണ്, ഞാൻ തെറ്റി പറഞ്ഞു. ക്ലോറോഫോം ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്, ദാറ്റ് ഈസ് AlCl3. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബെൻസീൻ റിംഗിന്റെ കൂടെ ക്ലോറോഫോം ആഡ് ചെയ്യുക. ക്ലോറോഫോം എന്നറിയില്ല, നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ നമ്മൾ കിട്ടുന്ന സാധനം അല്ലേ? അപ്പൊ ബെൻസീൻ റിംഗിന്റെ കൂടെ നമ്മൾ ഈ ക്ലോറോഫോം ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് നമ്മൾക്ക് എന്ത് കിട്ടും? ടൊള്ളുവിൻ കിട്ടും. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നില്ലേ IUPAC നെയിമിംഗ്? അതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണല്ലോ ടൊള്ളുവിൻ, അനിലിൻ, പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഫീനോൾ, അങ്ങനത്തെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അതിലെ ഒരു IUPAC നെയിമിംഗ്. ടൊള്ളുവിൻ എന്നൊക്കെ പറയുന്നത് IUPAC അല്ല കേട്ടോ. ഞാൻ എടുത്തു പറയുന്നത് നേരത്തെയും പറഞ്ഞു, അനിലിനും ടൊള്ളുവിനും ഫീനോൾ എന്നൊന്നും പറയുന്നത് IUPAC അല്ല, ജനറൽ നെയിം ആണ്. ഓക്കെ, ടൊള്ളുവിൻ പ്ലസ് HCl കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ് ഒരു റിയാക്ഷൻ എഴുതാം, ടൊള്ളുവിൻ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ എഴുതണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് റിയാക്ഷൻ എഴുതേണ്ടത്? ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കലേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ബെൻസീൻ റിംഗിന്റെ കൂടെ ക്ലോറോഫോം ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. നമ്മൾക്ക് അപ്പോൾ ടൊള്ളുവിൻ കിട്ടും. ടൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിന്റെ മേലെ CH3 വന്നാൽ ടൊള്ളുവിൻ ആണ്, പ്ലസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള HCl. മനസ്സിലായില്ലേ? ഇതാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കലേഷൻ. അടുത്ത കാറ്റഗറി അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഓക്കെ, ഇതിലും ബെൻസീൻ റിംഗിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് CH3COCl ആണ്. നമ്മളിവിടെ CH3Cl ആയിരുന്നു, ഇവിടെ CH3COCl ആണ്. സോ ബെൻസീൻ റിംഗിന്റെ കൂടെ CH3COCl ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിംഗിന്റെ മേലെ COCH3 കിട്ടും. ഇവിടുത്തെ ഈ COCH3 കിട്ടും. COCH3 ഇതിന് നമ്മൾ അസറ്റോഫീനോൾ എന്ന് പറയും. മനസ്സിലായോ? അസറ്റോഫീനോൾ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ബെൻസീൻ ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബെൻസീൻ റിംഗിന്റെ കൂടെ CH3COCl ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് AlCl3 നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റോഫീനോൾ ആയിരിക്കും. അസറ്റോഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിംഗിന്റെ മേലെ COCH3 COCH3. ഓക്കെ, ഈ Cl ഇല്ല, Cl ബൈ പ്രൊഡക്റ്റിൽ വന്നില്ലേ? ഇവിടുത്തെ Cl ഇവിടെ ബൈ പ്രൊഡക്റ്റിൽ വന്നു. ഫസ്റ്റ് ഇത് രണ്ട് സംഭവം, അതായത് CH3CO, അതായത് COCH3 ആണ് ബെൻസീൻ റിംഗിന്റെ കൂടെ വരുന്നെങ്കിൽ അസറ്റോഫീനോൾ എന്നാണ് പറയാ. ഇതാണ് നമ്മുടെ ഏത് 3 റിയാക്ഷൻസ്? ഫുഡ്സ് റിയാക്ഷൻ,
Friedel-Crafts alkylation and Friedel-Crafts acylation. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള നൈട്രേഷൻ, സൾഫറേഷൻ ആൻഡ് ഹാലോജിനേഷൻ, ഇത് 3 റിയാക്ഷനിലേക്ക്, ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് റിയാക്ഷൻസിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ അസൈലേഷൻ വരെ, ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ വരെ നോക്കി. ഞാൻ അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അകത്ത് വരുന്നതാണ്. ഇത് 3 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അകത്ത് വരുന്ന ഒന്നാമത്തെയാണ് ഹാലോജിനേഷൻ, രണ്ടാമത്തെ സൾഫറേഷൻ, മൂന്നാമത്തെ നൈട്രേഷൻ. ഓക്കെ, നമുക്കറിയാം ഹാലോജൻസ് ഏതൊക്കെയാണ്? FCl BRI ആണ് അല്ലെ, ദാറ്റ് ഈസ് ഫ്ലോറോ ക്ലോറോ ബ്രോമോ അയോഡോ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ക്ലോറിൻ, അതായത് ക്ലോറോ അല്ലെങ്കിൽ ക്ലോറിന്റെ ബേസിസിലുള്ള റിയാക്ഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ക്ലോറിന്റെ പകരം ചിലപ്പോൾ ബ്രോമിൻ വരാം, ഫ്ലോറിൻ വരാം, അയോഡിൻ വരാം, എന്ത് വേണമെങ്കിലും വരാം. സോ നിങ്ങൾ ഇതേപോലെ മഗ്ഗപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ട് പോണതെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇത്, ദാറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോജിനേഷൻ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടാവും. പക്ഷെ നിങ്ങൾ ഇതേ റിയാക്ഷൻ മഗ്ഗപ്പ് ചെയ്ത് പോയിട്ട് അർത്ഥം മനസ്സിലാക്കാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ലോറിന്റെ പകരം ബ്രോമിൻ വന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് റിയാക്ഷൻസ് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത്. ഹാലോജിനേഷന്റെ കേസിലേക്ക് കിടക്കുകയാണെങ്കിൽ ബെൻസീന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്? ക്ലോറിൻ ഒരു ഹാലോജിൻ ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. ബെൻസീന്റെ കൂടെ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ബെൻസീൻ റിങ്ങിന്റെ കൂടെ ക്ലോറിൻ Cl2 ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. അതായത് ബെൻസീന്റെ മേലെ Cl വന്നു, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HCl വരും. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ക്ലോറോ ബെൻസീൻ കിട്ടും. അപ്പൊ ക്ലോറോ ബെൻസീൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലോറോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷൻ എഴുതാം അല്ലെ. അങ്ങനെയൊക്കെയാണ് ചോദിക്കാട്ടോ. അല്ലാതെ റൈറ്റ് ഹാലോജിനേഷൻ റിയാക്ഷൻ അങ്ങനെ LKG ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിട്ട് +1 പോവണ്ട, ഇംപ്രൂവ്മെന്റിനും പോവണ്ട. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് ചോദിക്കുക. അപ്പൊ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ. ഈ ക്ലോറിന് പകരം ബ്രോമിനാണ് വന്നതെങ്കിലോ, ഞാൻ ഇവിടെ കാണിച്ചേട്ടെ. ക്ലോറിന് പകരം Br2 വന്നു വിചാരിക്കാം. ഇപ്പൊ ഇവിടെ എന്ത് വരും? ക്ലോറോ ബെൻസീന് പകരം ഇവിടെ എന്താവും? ബ്രോമോ ബെൻസീൻ ആവും അല്ലെ, Br ആവും, ബ്രോമോ ബെൻസീൻ ആവും. അതേപോലെ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന ഹാലോജൻ അതിനനുസരിച്ച് ആ ബെൻസീൻ കോമ്പൗണ്ട് മാറും കേട്ടോ. അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. സോ ഇവിടെ HCl വരും HBr ആവുമേ, ബൈ പ്രൊഡക്റ്റും കൂടെ ആവും, മറക്കരുത്. HCl വരും HBr. നമുക്ക് അപ്പൊ ഇതിപ്പോ ഒന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് കിടക്കുകയാണെങ്കിലോ, അതായത് സൾഫറേഷനിലേക്ക് കിടക്കുകയാണെങ്കിലോ, പേരിൽ തന്നെ ഉണ്ട് സൾഫർ അടങ്ങിയിരിക്കുന്ന ഒരു സാധനം കിട്ടണം. കൊടുത്ത സാധനമേ കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? നമ്മളൊരു സാധനം അങ്ങോട്ട്, ഞാനൊരു പെൻസിൽ അങ്ങോട്ട് നിങ്ങൾക്ക് കടന്നല്ലേ ആ പെൻസിൽ നിങ്ങൾ തിരിച്ചു തരുമല്ലോ, പുതിയ പെൻസിൽ നിങ്ങൾ വാങ്ങിച്ചു തരില്ലല്ലോ. അപ്പൊ നമുക്ക് സൾഫർ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ സൾഫർ അടങ്ങിയിരിക്കുന്ന ഒരു സാധനം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. സോ ബെൻസീന്റെ കൂടെ ഞാൻ സൾഫർ അടങ്ങിയിരിക്കുന്ന സാധനം കൊടുത്തിരിക്കുന്നത് H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ H2SO4 നമ്മുടെ ലാബിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ കണ്ട് പരിചിതമായ ഒരു സാധനമാണ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ. അപ്പോ ബെൻസീൻ റിങ്ങിന്റെ കൂടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താൽ നമ്മൾക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ഓക്കെ, SO3H വരും, ഇവിടെ SO3H വരും. വൃത്തിയായിട്ട് ഓർക്കണം, ഇവിടെ വരുന്നത് SO3H ആണ്. നിങ്ങൾക്ക് ഇവിടെ പോലെ ഈസി ആയിട്ട് Br എന്ന് ഇവിടെ എഴുതാൻ പറ്റില്ല, കാരണം H2SO4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെൻസീന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് SO3H അടങ്ങിയ കോമ്പൗണ്ട് ആയിരിക്കും. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ബെൻസീൻ റിങ്ങിന്റെ സൾഫറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ സൾഫർ അടങ്ങിയ ബെൻസീൻ കോമ്പൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ബെൻസീൻ റിങ്ങിന്റെ കൂടെ H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഓക്കെ, ബെൻസീന്റെ മേലെ SO3H നമ്മൾ എഴുതണം, SO3H ആണ്, മറക്കരുത്. സോ നമുക്ക് മൂന്നാമത്തെ, ഇതാണ് രണ്ടാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. നൈട്രജൻ അടങ്ങിയ ഒരു ബെൻസീൻ കോമ്പൗണ്ട് കിട്ടണം. നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു ബെൻസീൻ കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു ബെൻസീൻ കോമ്പൗണ്ട് അല്ല, ഒരു കോമ്പൗണ്ട് നിങ്ങൾ കൊടുക്കണം. നൈട്രജൻ അടങ്ങിയ ഒരു ബെൻസീൻ കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് നിങ്ങൾ കൊടുത്താലേ കിട്ടുള്ളൂ. സോ ബെൻസീന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് HNO3 നിട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയേജന്റ് HNO3 ആണ്. ഇതിലല്ലേ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്. സോ ബെൻസീന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ബെൻസീൻ കോമ്പൗണ്ട് ആയിട്ടുള്ള NO2, ദാറ്റ് ഈസ് നൈട്രോ ബെൻസീൻ നമുക്ക് കിട്ടും. ബെൻസീന്റെ മേലെ NO2 വന്ന എന്താ സാധനം? നൈട്രോ ബെൻസീൻ അല്ലേ. സോ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു ബെൻസീൻ കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ ബെൻസീന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് നിട്രിക് ആസിഡ് അതായത് HNO3 പ്ലസ് H2SO4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീന്റെ മേലെ NO2 കിട്ടും, അതായത് നൈട്രോ ബെൻസീൻ, ആൻഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള H2O കിട്ടും.
സോ ഈ 3 റിയാക്ഷൻസുമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അകത്ത് വരുന്നത്. നേരത്തെ നമ്മൾ വുഡ്സ് നോക്കി, ഫ്രെഡ്കാഫ്സ് ആൽക്കലേഷൻ, അസൈലേഷൻ ആൻഡ് ഇപ്പോൾ ഹാലോജിനേഷൻ, സൾഫനേഷൻ, നൈട്രേഷൻ. ഇത്രയും റിയാക്ഷൻസ് ഞങ്ങൾ പറഞ്ഞത് വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. എക്സ്ട്രാ ഇനി വല്ല ഡൗട്ട്സോ അല്ലെങ്കിൽ എക്സ്ട്രാ റിയാക്ഷൻസ് മനസ്സിലാവാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാൻ ഞങ്ങൾ ആൻസർ ചെയ്യാം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ വൃത്തിക്ക് വരച്ച് വെച്ചിരിക്കുന്ന 4 ഡയഗ്രാംസ് ആണ്. സോ ഞാൻ ആദ്യം വളരെ വൃത്തിയായിട്ട് ഞാൻ 2 ഡയഗ്രാംസ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ 2 ഡയഗ്രാംസ് വരുന്നത് നമുക്ക് 2 ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻസ് ആണത്. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, ട്രിഗ്നോമെട്രിയുടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയൊക്കെ വാല്യൂ നിങ്ങൾ പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിക്കുമോ? ഇല്ലല്ലോ. ജസ്റ്റ് നമുക്ക് ഫോൾ എല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ടല്ലേ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ജസ്റ്റ് ഡയഗ്രാംസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ധാരണ വേണം. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം അറിയണം, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് അറിയണമെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, വേണമെങ്കിൽ ഗ്രൂപ്പ്സിൽ ഞങ്ങളെ പറ്റി നമ്മുടെ ഇതിന്റെ PDF, അതായത് നോട്ട്സ് PDF ഒക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. അപ്പൊ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സേ പിള്ളേർക്കും ഇവർക്ക് 2 പേർക്കും കൂടെ ഞാൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമായതുകൊണ്ട് സോഹോസ് പ്രൊജക്ഷനും ന്യൂമാൻസ് പ്രൊജക്ഷനുമാണ് നമ്മൾ 2 ടൈപ്സ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ വരുന്ന 2 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സോഹോസിനകത്ത് തന്നെ 2 എണ്ണം വരുന്നുണ്ട്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. മനസ്സിലായിട്ട് ഞാൻ ആദ്യം ഒന്നെടുക്കാം. സോഹോസിനകത്ത് തന്നെ വരുന്നുണ്ട് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. രണ്ടിലും ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ നടുക്ക് ഈ പോയിന്റിലാണ് നമ്മുടെ കാർബൺ C ഉള്ളത്, കാർബൺ ഉള്ളത്. ഓക്കെ, അതേപോലെ ഇവിടെയും. ഓക്കെ, ഈ പോയിന്റിലും ഈ പോയിന്റിലുമാണ് C ഉള്ളത്. നമ്മുടെ ഇവിടെ കാർബൺ ഹൈഡ്രജന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അത് ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആംഗിൾ 120 ആണ്, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആംഗിൾ 120 തന്നെയാണ്, 120 ഡിഗ്രി തന്നെയാണ്. നിങ്ങൾ ഇതിൽ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് കാർബൺ ടു കാർബൺ ജോയിൻ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ തിയറിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലെയും വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. എക്ലിപ്സിന്റെ കേസിലും സ്റ്റാഗേർഡിന്റെ കേസിലും എക്ലിപ്സിന്റെ ഇത് ഇവിടെ നോക്കൂ, ഈ ഒരു ഭാഗം നോക്കൂ, എങ്ങനെയാ വന്നിരിക്കുന്നത്? ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ഇതാ ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് വൈ ഷേപ്പ് അല്ലേ? ഇവിടെ നോക്കൂ, നമ്മുടെ നോർമൽ വൈ ഷേപ്പ്, നോർമൽ വൈ ആണ് ഇവിടെ, കണ്ടോ? ഇതാണ് ഇതും തമ്മിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതാണ്. ഇത് ഇൻവേർട്ടഡ് വൈ ഷേപ്പ് ആണ്, നമ്മുടെ നോർമൽ ക്യാപിറ്റൽ ലെറ്റർ വൈ ഷേപ്പ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് മേ ബി ഒന്നില്ലെങ്കിൽ ഇത് തന്നിട്ട് അതിന്റെ ആംഗിൾ ദാറ്റ് ഈസ് അതിന്റെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോ ഈ ഒരു ഡയഗ്രാം ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ഇത് നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ വളരെ വൃത്തിക്ക് സോഹോസ് പ്രൊജക്ഷൻ എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാർ മാർക്ക് തരില്ല. ബിക്കോസ് സോഹോസിനകത്ത് തന്നെ 2 എണ്ണം ഉണ്ട്, എക്ലിപ്സ്ഡ് ഉണ്ട്, സ്റ്റാഗേർഡ് ഉണ്ട്. സോഹോസ് പ്രൊജക്ഷൻ എഴുതിയിട്ട് എക്ലിപ്സ്ഡ് പ്രൊജക്ഷൻ നിങ്ങൾ എടുത്ത് ആൻസർ ഷീറ്റിൽ എഴുതണം. ഒന്നില്ലെങ്കിൽ സോഹോസ് എഴുതാതെ എക്ലിപ്സ് എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ എക്ലിപ്സ് എഴുതാതെ സോഹോസ് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. സോ വൃത്തിയായിട്ട് തന്നിരിക്കുന്നത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ വേണം. എക്ലിപ്സ്ഡ് ആണെങ്കിൽ എക്ലിപ്സ്ഡ് എഴുതണം, സ്റ്റാഗേർഡ് ആണെങ്കിൽ സ്റ്റാഗേർഡ് എഴുതണം. 2 ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത പോലെ സോഹോസ് എഴുതിച്ച് മാർക്ക് തരില്ല. വൃത്തിയായിട്ട് ഞാൻ പറയുന്നുണ്ട്. അടുത്തതിലേക്ക് കിടക്കാതെ നമ്മുടെ ന്യൂമാൻസ് പ്രൊജക്ഷനിലേക്ക് കിടക്കാം. ന്യൂമാൻസ് പ്രൊജക്ഷനിൽ ഇത് തന്നെയാണ് നമ്മുടെ കാർബൺ. ഈ സെന്ററിൽ കാണുന്നതാണ് കാർബൺ. സ്ട്രേറ്റ് ലൈൻ വെസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബോണ്ട് ആംഗിൾ കാർബണിന്റെ ഹൈഡ്രജനും ഇവിടെയും 120 ഡിഗ്രി തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ എക്ലിപ്സ് സ്ട്രക്ചർ, ഇതാണ് നമ്മുടെ സ്റ്റാഗേർഡ് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് ഇതിലും എക്ലിപ്സും സ്റ്റാഗേർഡും അല്ല. ഇതിന്റെ കേസിൽ ന്യൂമാൻസിന്റെ കേസിൽ ഇതാണ് എക്ലിപ്സ്, ഇതാണ് സ്റ്റാഗേർഡ്. സോ വൃത്തിയായിട്ട് ഇതിന്റെ കണ്ടന്റ് വായിക്കാൻ സമയമുണ്ടെങ്കിൽ മാത്രം വായിച്ചാൽ മതി. ഞാൻ ഒട്ടും നിർബന്ധം പറയുന്നില്ല. നമുക്ക് ഈ ഫിഗർ അല്ലെങ്കിൽ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ്. ഇതിലെ വ്യത്യാസം നമുക്ക് വൃത്തിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിന് അടുത്തടുത്താണ് 2 ഹൈഡ്രജൻ ബോണ്ടിങ്സ് ഒക്കെ ഉള്ളത്. ഇത് വിട്ടിട്ടാണ്. ഇതിന്റെ കേസിൽ ഇൻവേർട്ടഡ് വൈയും നോർമൽ വൈയും. ഇത് വെച്ചിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് വരിക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഡൗട്ട്സ് ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈട്രജന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ്, ദൂമാസ് മെത്തേഡ്, ജെൽദാൽസ് മെത്തേഡ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് തിയറി പാർട്ടാണ്, ഒന്ന് വായിച്ചിട്ട് പോകണം. ആ തിയറി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. ഞാൻ പറഞ്ഞു സേക്കാർ ഒരുപാട് വ്യൂവേഴ്സ് ആണ് നമ്മുടെ ഈ ചാനലിൽ. സേ പിള്ളേർക്ക് വേണ്ടി ഒരുപാട് പേര് സേ ആണ് വരുന്നത്. ഇംപ്രൂവ്മെന്റ് കാര്യമുണ്ട് എന്നാൽ പോലും. സോ നമുക്ക് 2 പേരുടെ കാര്യവും ഇതിൽ ബാലൻസ് ചെയ്തേ പറ്റുള്ളൂ. സോ 2 പേരും 2 കാറ്റഗറിയിലും നിങ്ങൾക്ക് ദൂമാസ് ആൻഡ് ജെൽദാൽസ് മെത്തേഡ് വായിക്കാൻ സമയത്തിനനുസരിച്ച് ഒന്ന് വായിച്ചിട്ട് പോകണം. ഇമ്പോർട്ടന്റ് ആണത്. നമ്മുടെ ലിമിറ്റ്, സമയത്തിന്റെ പരിമിതികളുണ്ട്, വീഡിയോന്റെ ലെങ്ത് പരിമിതിയാണ്. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ആ ടോപ്പിക് നിങ്ങളിലേക്ക് വിട്ടു തരികയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം, ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സോ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നാളെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ ഇനി നമുക്ക് വീഡിയോ ഇല്ല. ദിസ് ഈസ് എ ലാസ്റ്റ് വീഡിയോ. സോ നിങ്ങൾക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും 3rd പാർട്ട് വീഡിയോ ആണിത്. കെമിസ്ട്രീന്റെ ക്വിക്ക് റിവിഷൻ വീഡിയോ ഉണ്ട്, വെയിറ്റേജിന്റെ വീഡിയോ ഉണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന തരത്തിൽ എല്ലാം ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, കെമിസ്ട്രീന്റെ കേസിലും ഫിസിക്സിന്റെ കേസിലും.
മാത്സ് നിങ്ങൾ ഓൺ ഗോയിങ് ആണ്. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ഡൗട്ട്സ് ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കമന്റിലൂടെ വരുന്ന ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഇനിയും ഫർദർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞങ്ങളോട് ചോദിക്കാം. നാളെ എക്സാം ആണ്, വൃത്തിയായിട്ട് എഴുതുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് പോവുക. കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക. എന്തായാലും ഫിസിക്സ് കഴിഞ്ഞപ്പോൾ ചേച്ചി അടിപൊളിയായിരുന്നു, ചേച്ചി പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു, എന്തായാലും പാസ്സാകും, ഇമ്പ്രൂവ് ആവും എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ കെമിസ്ട്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കെമിസ്ട്രിയിലും നിങ്ങൾ എനിക്ക് അതേപോലത്തെ ഫീഡ്ബാക്ക് തന്നെ തരണം. ഞാനത് എക്സ്പെക്ട് ചെയ്തിരിക്കും. ബിക്കോസ് ആ ഫീഡ്ബാക്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേ ഹാപ്പിനെസ് ഇനിയും എനിക്ക് കിട്ടണം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.